കേരളത്തിലെ ആനപ്രേമികളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആന പരിശീലന കേന്ദ്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കോന്നി എക്കോ ടൂറിസം സെന്ററിൽ എത്താൻ പറ്റും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് സെന്ററിന്റെ പ്രവർത്തന സമയം. എന്നാൽ ആനത്തറകളിൽ 6 മണി വരെ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ചകളിൽ ഇവിടെ അവധിയായിരിക്കും. സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഈ സെന്ററിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ അടുത്തായിട്ട് തന്നെ എക്കോ ടൂറിസം സെന്ററിന്റെ ഒരു മാപ്പ് ലേഔട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്, കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ഒന്നും വിട്ടുപോകാതിരിക്കും. അടവിയുടെയും ഗവിയുടെയും ഒക്കെ വിവിധ പാക്കേജുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും. മുതിർന്നവർക്ക് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് എൻട്രി ചാർജ്. 2 വീലറിന് 15 രൂപയും 4 വീലറിന് 40 രൂപയുമാണ് പാർക്കിംഗ് ചാർജ്. വനവിഭവങ്ങൾ വിൽക്കുന്ന വനശ്രീയുടെ ഒരു ഷോപ്പ് ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെയുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് എന്നാൽ ആദ്യം കാണാൻ കഴിയുന്ന 1942 നിർമ്മിച്ച ഒരു കിട്ടിലൻ ആനക്കൂടാണ്. കമ്പകം എന്ന മരത്തിന്റെ തടി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പണ്ടൊക്കെ വാരിക്കുഴിയിൽ വീഴ്ത്തി പിടിച്ചുകൊണ്ടുവരുന്ന പ്രശ്നക്കാരായ ആനകളെയൊക്കെ ഈ ആനക്കൂട്ടിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ ആനകളെ ഒന്നും ഇടുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അത്യാവശ്യം മെരുങ്ങിയതുകൊണ്ടൊക്കെ ആവാം ആനകളൊക്കെ പാപ്പാമ്മ പറയുന്നത് കേട്ട് ഇതേപോലെ നൈസായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ആനത്തറകളിലേക്ക് ചെന്നാൽ ഇവിടെയുള്ള എല്ലാ ആനകളെയും നമുക്ക് കാണാൻ കഴിയും. ഞാൻ രാവിലെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ആ സമയത്ത് ആനകളെല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ തട്ടി എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഇവിടെ വരുമ്പോൾ ഒരു 9:30 ആകുമ്പോൾ വന്നാൽ ആനകളുടെ കുളിയൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ കഴിയും. കോന്നി ആന പരിശീലന കേന്ദ്രത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ആനകളെ പരിപാലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിശീലനമൊക്കെ ഒരല്പം മാനുഷിക രീതി ആയതുകൊണ്ടൊക്കെ തന്നെ പാപ്പാമാരും ആനകളും ഒക്കെ തമ്മിൽ നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ഈ ആനകളുടെ ആറാട്ടൊക്കെ കണ്ട് ഇവിടെ ചെലവഴിക്കാവുന്നതാണ്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ആനകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ ആനകൾക്ക് വൈദ്യസഹായവും ശരിയായ പോഷകാഹാരവും സുരക്ഷിതമായ അന്തരീക്ഷവും ഒക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രിയദർശിനി, മീന, ഈവ, കൃഷ്ണ, നീലകണ്ഠൻ എന്നീ ആനകൾക്കൊക്കെ പുറമെ കൊച്ചയ്യപ്പൻ എന്ന 4 വയസ്സുള്ള ഒരു കുട്ടി ആനയുണ്ട്. ഒരല്പം വികൃതിയൊക്കെ ആയതുകൊണ്ടാവാം അവരെ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ്. 1 വയസ്സുള്ളപ്പോൾ റാന്നിയിൽ ഡിവിഷനിൽ നിന്ന് ലഭിച്ച ഇവനിപ്പോൾ 3 വർഷമായിട്ട് ഈ സെന്ററിൽ ടൂറിസ്റ്റുകളെ കയ്യിലെടുത്ത് വിലസിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിലൊക്കെ ആണെങ്കിലും ഇവന്റെ കളിയൊക്കെ കണ്ട് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആനയുടെ പുറത്ത് കയറി സവാരി ചെയ്യാനൊക്കെ സാധിക്കും. 600 രൂപയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ എത്തുന്നവർ സവാരി ചെയ്യുന്നതൊന്നും കണ്ടില്ല. ആനകളെ നടക്കാൻ കൊണ്ടുപോകുന്നതും ആനയൂട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ നമുക്ക് ലൈവായിട്ട് അടുത്ത് നിന്ന് കാണാൻ കഴിയും. അതുകൂടാതെ ആനയുടെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആനത്തറകളിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നൽകുന്നത്. ഭിന്നശേഷി സൗഹൃദ കേന്ദ്രമായതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽ ചെയർ സേവനവും ഇവിടെ കിട്ടും. എലബന്റ് ആർട്ട് ഗാലറിയാണ് ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ആനകളുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളുടെ പേരൊക്കെ അടങ്ങിയ ഒരു പോസ്റ്ററൊക്കെ ഈ ആർട്ട് ഗാലറിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ആനകളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സിനിമകളുടെ പേരുകൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആർട്ട് ഗാലറിയിൽ കയറുന്നതിന് വേറെ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എൻട്രി ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണിത്. ആനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആർട്ട് രൂപങ്ങളൊക്കെ ഈ ആർട്ട് ഗാലറിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഗംഭീര കാഴ്ചയാണിത്. വിവിധ കലാകാരന്മാരുടെ ക്രിയേറ്റിവിറ്റിയിൽ രൂപപ്പെട്ട ഈ ആർട്ട് മോഡലുകൾ ആനകളുടെ ഗാംഭീര്യവും തലയെടുപ്പും ഒക്കെ സന്ദർശകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ടൂറിസ്റ്റുകളുടെ കണ്ണിന് വിരുന്നാവുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ചെറിയ വള്ളത്തിൽ ആനകൾ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്നതും ആനയുടെ മോഡലിലുള്ള ക്ലോക്കും നെറ്റിപ്പട്ടവും ഒക്കെ കിടിലൻ കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിന്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പോർഷൻ തന്നെയാണിത്. ആനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ആർട്ട് ഗാലറി ഒരു എക്സ്ട്രാ ബോണസ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആർട്ട് ഗാലറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കോന്നിയിലെ ആനപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററികളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ അങ്ങിങ്ങായിട്ട് നിരവധി ആനപ്രതിമകളും കൊടുത്തിട്ടുണ്ട്. എലഫന്റ് മ്യൂസിയമാണ് ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട കാഴ്ച. മനോഹരമായ ചുമർ ചിത്രങ്ങളാൽ മ്യൂസിയത്തിന്റെ ഫ്രണ്ടൊക്കെ ഡിസൈൻ ചെയ്ത് കിടിലനാക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു കുട്ടിയാനയുടെ മോഡലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. മ്യൂസിയത്തിന്റെ അകത്തേക്ക് എന്നാൽ സർവ്വ ആനമയമാണ്. കേരളത്തിലെ ആനകളുടെ ചരിത്രവും ജീവശാസ്ത്രവും സാംസ്കാരിക പ്രാധാന്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മ്യൂസിയത്തിലുള്ളത്. ഈ മ്യൂസിയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഈ ആനയുടെ സ്കെൽട്ടൺ ആയിരുന്നു. സൂപ്പർ ഡിസ്പ്ലേ ആയിരുന്നു ഇത്. മനുഷ്യന്റെ സ്കെൽട്ടണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഒരു ആനയുടെ സ്കെൽട്ടൺ കാണുന്നത്. ഇവിടെ എത്തിയാൽ ഒരിക്കലും ഈ സെഷൻ വിട്ടുപോകരുത്. അത്രയ്ക്ക് അട്രാക്റ്റീവാണിത്.
പാപ്പാന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗത ഉപകരണങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആനക്കിണിയും നെയിൽ സ്നെയറും കൊമ്പു ചുറ്റും കത്തിയും അങ്കുശവും ഒക്കെ ഇവിടെ എത്തി കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഒരു AV റൂമും ഈ മ്യൂസിയത്തിലുണ്ട്. ആനകളുടെ ശരീരഘടന, പെരുമാറ്റം, സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഓഡിയോ വിഷ്വൽ ഡിസ്പ്ലേ ഒക്കെ ഈ റൂമിലുണ്ട്. വെൻ നേച്ചർ സ്പീക്സ് ടു യു എന്ന സെക്ഷൻ സൂപ്പറായിരുന്നു. ആനകളുടെ ജീവിതചക്രത്തെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ എലഫന്റ് മ്യൂസിയം കോന്നി എക്കോ ടൂറിസം സെന്ററിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. എലഫന്റ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്കോ ക്യാൻറ്റീനും ഇവിടെയുണ്ട്. നിരവധി സെൽഫി ഡിസ്പ്ലേയും ഒരു 3D തിയേറ്ററും ഇവിടെയുണ്ട്. എന്നാൽ 3D തിയേറ്ററിൽ സെപ്പറേറ്റ് ചാർജ് കൊടുക്കേണ്ടി വരും. 60 രൂപയാണ് 3D തിയേറ്ററിന്റെ ചാർജ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് ഈ 3D തിയേറ്ററിൽ കയറാവുന്നതാണ്. എക്കോ ടൂറിസം സെന്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അശോകവനവും മഴമരവും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ഈ മരങ്ങളുടെ നടുവിലുള്ള ഇരിപ്പിടങ്ങളിലൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യാവുന്നതാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങളൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നൊസ്റ്റാൾജിക് വൈബിൽ സൊറ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെയൊക്കെ ബൊട്ടാണിക്കൽ നെയിം ഓരോ ചെടിയുടെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബൊട്ടാണിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഇത് പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ആനക്കാര്യത്തിനിടയ്ക്ക് എന്ത് ചേനക്കാര്യം എന്ന് പറയുന്ന പോലെ തന്നെ ആനയെ കാണാൻ വരുന്നവർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ലായിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടവും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പാർക്കും ഈ എക്കോ ടൂറിസം സെന്ററിലുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ പാർക്കിലെ ചെറിയ റൈഡുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആനയെ കണ്ടുവരുന്ന സന്തോഷത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കുള്ള ഒരു എക്സ്ട്രാ ഡെമാക്ക തന്നെയാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. എൻട്രി ചാർജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ ക്യാഷ് ഒന്നും ഇവിടെ കൊടുക്കേണ്ടതില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പാർക്കിൽ കൊച്ചു കുട്ടികളുമായി വരുന്നവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പാർക്കിനോട് ചേർന്നുള്ള ഈ മയിലിന്റെ കാഴ്ചയും ഗംഭീരമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കോന്നി എക്കോ ടൂറിസം സെന്ററിലെ ആന പരിപാലന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഫാമിലിയുമായിട്ട് ഒരു നേച്ചർ ഫ്രണ്ട്ലി ഔട്ടിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ചോയ്സ് തന്നെയാണ് കോന്നിയിലെ ഈ എക്കോ ടൂറിസം സെന്റർ. എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്പോട്ട് അടവിയിലെ കുട്ടവഞ്ചി സവാരിയാണ്. എന്നാൽ അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടവിയിലെ കാഴ്ചകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.